ഇരട്ടിയാർ ചേലക്കൽ കവല ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിച്ചിരുന്ന ഗുണഭോക്താക്കൾക്ക് പൈപ്പ് ലീക്കേജ് ആയതാണ് പ്രതിസന്ധിക്ക് കാരണം. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കുടിവെള്ളം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് ചേലക്കക്കവല ഭാഗത്താണ് 8ഓളം കുടുംബങ്ങൾക്ക് 5 മാസമായി കുടിവെള്ളം ലഭ്യമാകാത്തത്. വാട്ടർ അതോറിറ്റിയുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഇവർ. റോഡ് നിർമ്മാണ വേളയിൽ കുടിവെള്ളം തടസ്സപ്പെടാതിരിക്കുവാൻ സ്വന്തം പണം മുടക്കിയാണ് വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ ഇവർ എടുത്തത്. ചേലക്കക്കവലയിലെ പ്രധാന പൈപ്പിൽ നിന്നും കണക്ഷൻ എടുത്ത ശേഷം പൈപ്പ് പൊട്ടി ലീക്കായതിനെ തുടർന്ന് ഇപ്പോൾ കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചപ്പോൾ സ്വന്തം പണം മുടക്കി പൈപ്പ് നന്നാക്കണമെന്നാണ് അറിയിച്ചതെന്നും ഗുണഭോക്താക്കളായ കണ്ണാട്ടുതറയിൽ ബിജുവും ദിവ്യയും പരാതിപ്പെടുന്നു. നിലവിൽ ഒരു 4-5 മാസമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. മഴ പെയ്യുന്ന വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു, പ്രാഥമിക കാര്യങ്ങളെല്ലാം നടത്തുന്നു. നിലവിൽ ഇപ്പോൾ വീട്ടിലത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് കട്ടി ഉള്ള വെള്ളമുണ്ട്, മഴവെള്ളം ശേഖരിച്ച് വെച്ച് പോലും തീരാറായി. ഇത് അധികൃതരോടും പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരോടും ഒക്കെ പറഞ്ഞ് മടുത്തതാണ്. ഇത് ഞങ്ങൾ സ്വന്തം കാശ് മുടക്കിലിട്ട ലൈനാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പോലും ഇവർ തയ്യാറല്ല. ഇത് 200 രൂപ സംതിങ് ബില്ല് സഹിതം വന്നിരിക്കുകയാണ്. പൈസ വേണം, പക്ഷേ നമുക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. 5 വർഷത്തിന് മുന്നെയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് കണക്ഷൻ എടുത്തതാണ്. അപ്പോൾ ചേലക്കക്കവല ഭാഗത്തു നിന്നാണ് ഞങ്ങൾ 8 പേര് കണക്ഷൻ എടുത്തിരിക്കുന്നത്. അതിൽ ചേലക്കക്കവലയിൽ നിന്നാണ് മെയിൻ പൈപ്പ് പോയിരിക്കുന്നത്. ആ ഒരു കണക്ഷൻ ഈ റോഡ് പണിയുടെ കോൺക്രീറ്റ് സമയത്ത് അത് എടുത്തില്ലെങ്കിൽ അത് താമസം വരുന്നതിനാൽ ഞങ്ങൾ സ്വന്തമായിട്ട് പൈപ്പ് ഇട്ട് ഞങ്ങൾ എടുത്തു. ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് ഇട്ട പൈപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഈ 8 വീട്ടിൽ മറ്റുള്ള അംഗങ്ങൾക്കൊക്കെ പ്രൈവറ്റായി അവർക്ക് സ്വന്തമായിട്ട് കിണറും കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് ഈ വെള്ളത്തിന് അത്യാവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിണറില്ല. ഞങ്ങൾക്ക് ആകെയുള്ളൊരു സോഴ്സ് ഈ വെള്ളമാണ്. ഈ ഒരു വെള്ളമല്ല, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. ഈ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും. ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് ഉൾപ്പെടെ എല്ലാത്തിനും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ചെയ്തു തരാനും. വെള്ളം ലഭിക്കാതിരിക്കുന്ന ഘട്ടത്തിലും വെള്ളത്തിന്റെ ബില്ല് ലഭിച്ചതായും പരാതിയുണ്ട്. മഴവെള്ളം ശേഖരിച്ചാണ് ഇതുവരെ കഴിഞ്ഞു പോകുന്നതെന്നും കുടിവെള്ള പൈപ്പ് നന്നാക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്നും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന് കുടിവെള്ളം ലഭ്യമാക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.